ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസിന്റെ റെസിപ്പിയാണ്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ ഇപ്പം ഈ ഒരു ടൈപ്പ് മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് 2 പീസാക്കി കൊടുക്കാം. പിന്നെ ഒന്നുകൂടി അങ്ങനെ ആക്കി കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന രീതിയിൽ അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്കാട്ടാക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് സാധാരണ നല്ല കട്ടിയുള്ളതും ഉണ്ടാവും, തിന്നായിട്ടുള്ളതും ഉണ്ടാവും. അപ്പം ഞാൻ തിന്നായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയാട്ടാ ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റ് കിട്ടൂല. തിന്നായിട്ടുള്ളതാ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതാ എല്ലാം ആ രീതി തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കണം. അതിൻ്റെ സ്റ്റാർച്ചും കാര്യങ്ങളെല്ലാം നല്ലോണം ഇതിൽ നിന്ന് പോയി കിട്ടണം. ഞാനിപ്പോൾ ഒരു 3 വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ചും കാര്യങ്ങളെല്ലാം അങ്ങനെ കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ കുറേ അങ്ങനെ വേവിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റ് ആ ഒരു സമയത്തേക്ക് ഇതെന്തായാലും വെന്ത് കിട്ടും. ഓവറായിട്ട് അങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചിട്ട് ഞാൻ വെള്ളം കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ഇതാ ഞാനൊരു ട്രേയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഉള്ള ആ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വെച്ചേട്ടാ. ഇതിന് പകരം വേണമെങ്കിൽ കിച്ചൺ ടവലോ കോട്ടന്റെ കിച്ചൺ ടവൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നിരത്തി ഇട്ട് കൊടുക്കണം. എങ്കിലേ ആ വെള്ളത്തിന്റെ ആ ഒരു ഇത് പോവുള്ളൂ. എന്നിട്ട് മേലെ ഞാനിതാ ഈ ഒരു രീതിയിൽ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് എക്സ്ട്രാ ഉള്ള മേലെയുള്ള ആ ഒരു വെള്ളം ഒപ്പിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയ ശേഷം ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൈവച്ച് മിക്സ് ചെയ്യണ്ട. പാത്രം ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തട്ടി തട്ടി അങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കോൺഫ്ലോർ പോരാത്ത പോലെ തോന്നിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തട്ടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ ഉരുളക്കിഴങ്ങല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു ഓയിൽ മീഡിയം ചൂട് വരുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ഹൈ ആക്കി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ആകെ ഒന്ന് കരിഞ്ഞു പോകും. ഇത് ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടി അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും സെയിം ലെവലിൽ ആ ചൂടെത്തേണ്ടേറ്റാട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിതാ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ എനിക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.